റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സന്ദേശം. ഓരോ ജീവനക്കാരന്റെയും പേരെടുത്തു പറഞ്ഞാണ് വാട്സ്ആപ്പ് സന്ദേശം എത്തുന്നത്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സർക്കാർ തന്നെ മോഷ്ടിച്ചുവെന്ന് എൻജിഒ അസോസിയേഷൻ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ മുതൽക്കാണ് ജീവനക്കാർക്ക് വാട്സ്ആപ്പിൽ സന്ദേശം എത്തി തുടങ്ങിയത്. ക്ഷാമബത്ത അനുവദിച്ചുവെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിച്ചുവെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ സർക്കാർ ജീവനക്കാരുടെ വാട്സാപ്പ് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയിട്ടാണ് വന്നത്. ഇത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലുള്ള പ്രചരണപരമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടു ഉള്ള ഒരു പ്രചരണമാണ്. സിനോജ് തോമസ് വിവരവുമായി. സിനോജ്, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് എന്തൊക്കെ സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് വിശദീകരിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ ഈ വീഡിയോ? സ്മൃതി, വീഡിയോ അല്ല, വാട്സപ്പ് വഴിയാണ് ഓരോ സർക്കാർ ജീവനക്കാരനും ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന ബിസിനസ് വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ IT മിഷൻ കേരളയാണ് ഇതിന്റെ പുറകിലുള്ളത്. അതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായത് സ്പാർക്കിൽ നൽകിയിരിക്കുന്ന ജീവനക്കാരന്റെ മൊബൈൽ നമ്പറിലെ വാട്സപ്പിലേക്ക് ആ സ്പാർക്കിൽ ഏത് പേരാണ്, ഔദ്യോഗിക പേരാണ് കൊടുത്തിരിക്കുന്ന ആ പേരിൽ അഭിസംബോധന ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് പ്രിയപ്പെട്ട ഉമാശങ്കർ GS നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ക്ഷാമബത്ത ഉൾപ്പെടെ അനുവദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയും സർക്കാർ ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയും അവകാശത്തിന് വേണ്ടിയും ഈ സർക്കാർ എന്നും ഒപ്പമുണ്ട്, വരും നാളുകളിലും ഈ കരുതൽ തുടരും, ഉറപ്പാണ് വാക്ക്. പ്രതിപക്ഷ സംഘടനയുടെ ജീവനക്കാർ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഗവൺമെന്റ് ജീവനക്കാർക്കാണ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വന്നിരിക്കുന്നത്.